The next topic is supply curve. Supply, what is supply? So before we go into that, we have seen demand curve. Demand curve നമ്മൾ കണ്ടു. അതെന്തായിരുന്നു? ഇൻവേഴ്സ് സ്ലോപ്പിംഗ് കർവ് ആയിരുന്നു. അതായത് ഇൻവേഴ്സ് റിലേഷൻ ആയിരുന്നു വിത്ത് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. സപ്ലൈ നേരെ തിരിച്ചാണ്. സപ്ലൈ എങ്ങനെയാവും? ഇറ്റ് ഈസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ തിങ്സ്, ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആൻഡ് ദ ക്വാണ്ടിറ്റി സോൾഡ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് റിലേഷൻ ആണ്. അപ്പോൾ ഡിമാൻഡ് പറഞ്ഞാൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരുന്നു. സപ്ലൈ എന്ന് പറയുമ്പോൾ അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് ആവും. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ടിലും വ്യത്യാസമുണ്ട്. സപ്ലൈ പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ആണ്, ഡിമാൻഡ് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. അപ്പോൾ supply is taken from the word supply to fill up or complete. അതാണ് അതിൻ്റെ അർത്ഥം, to fill up or complete. There exists at one time a definite relationship between the market price of a good and the quantity of goods that the producers are willing to supply. അപ്പോൾ എത്രയാണ് പ്രൈസും എത്രയാണ് ഒരു പ്രൊഡ്യൂസർ വില്ലിംഗ് ടു സപ്ലൈ, എത്രയാണ് അയാൾ വില്ലിയാണ് സപ്ലൈ ചെയ്യാൻ റെഡിയാവണം വെച്ചാൽ ആ റിലേഷൻഷിപ്പിനെ എക്സിബിറ്റ് ചെയ്യണതാണ് ഒരു സപ്ലൈ കർവ്. This relationship between price and quantity supplied is called as supply schedule. ആദ്യത്തെ കാണുന്നതാണ്, അതായത് ABCDE പോയിന്റ്സ് ഉണ്ട്. അതിൽ എത്രയാണ് പ്രൈസ്? 5 രൂപയ്ക്ക് നമ്മൾ 18 ക്വാണ്ടിറ്റി കൊടുക്കണു, 4 ആകുമ്പോൾ 16. അപ്പോൾ നോക്കി നോക്കൂ, പ്രൈസ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ക്വാണ്ടിറ്റി സപ്ലൈഡ് എങ്ങനെയാണ്? സപ്ലൈഡും കുറഞ്ഞു വരിക. അപ്പോൾ ഡയറക്റ്റ് റിലേഷൻ ആണ്. നേർമറിച്ച് ഡിമാൻഡ് ആകുമ്പോൾ നേരെ തിരിച്ചായിരുന്നു, പ്രൈസ് കൂടുന്തോറും ക്വാണ്ടിറ്റി കുറയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ സപ്ലൈ ആകുമ്പോൾ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. പ്രൈസസ് ആർ മെഷേർഡ്. നമ്മൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ പ്രൈസ് നമ്മൾ വൈ ആക്സസിലും എക്സ് ആക്സസിലും നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ each pair of Q and P numbers from the supply schedule is plotted here as a point of QP plane, and a smooth curve passing through the points yield the supply curve. രണ്ട് പോയിന്റ്സ് ഇപ്പോൾ 5-18 അപ്പോൾ നമ്മൾ 5 പ്രൈസ് എടുക്കുകയാണെങ്കിൽ പ്രൈസ് ബൈ ആക്സിസ് ആണ്, എക്സ് ആക്സിസിൽ 18 എടുക്കുമ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടും. അത് നമ്മൾ മാർക്ക് ചെയ്യുക. അടുത്തത് മുകളിലാവും. അടുത്ത് നമ്മൾ 4 എടുത്തിട്ട് 16 മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് 3 എടുത്ത് 12 മാർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു സപ്ലൈ കർവ് കിട്ടും. അത് അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. ഇറ്റ് ഷിഫ്റ്റ്സ് ടുവേർഡ്സ് ഫ്രം ദ ലെഫ്റ്റ് ടുവേർഡ്സ് ദ റൈറ്റ് അപ്വേർഡ്സ് ആണ് അതിൻ്റെ. സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ്. നൗ ദ കോൺസെപ്റ്റ് ഓഫ് സപ്ലൈ പറയുമ്പോൾ എന്താണ് സപ്ലൈ കർവ്? ഇറ്റ് ഈസ് ദ amount that the firms are willing to able to give at a over a range of price. ഒരു ഫേം അല്ലെങ്കിൽ കുറച്ച് ഫേംസ് they are willing to supply the particular quantity of commodity at a particular range of price is called as the supply curve. എത്രയാണ് അവർ സപ്ലൈ ചെയ്യണം അതനുസരിച്ചിരിക്കും. ഈ സപ്ലൈനെ നമുക്കൊരു ഫങ്ഷണൽ റിലേഷൻഷിപ്പിൽ എഴുതാം. അത് ക്യൂ ആണ് ഇരിക്കുന്നത്. QS is equal to F of PN F1 to FM, S. ഇതിലെന്താണ് എല്ലാം QN പറഞ്ഞാൽ QN പറഞ്ഞാൽ അത് സപ്ലൈ ആണ്. ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് N പ്രൊഡക്ട്സ്. ഇനി അടുത്തത് PN കാണാണ്ട്. PN പറഞ്ഞാൽ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് N. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൻ്റെ വിലയാണ് അത് കാണിക്കുന്നത്. അടുത്തത് F1 to FM മീൻസ് ദ പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മളൊരു സാധനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ വേണം? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതെല്ലാമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ആ ഫാക്ടേഴ്സ് F1 to FM പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, അതിൻ്റെയൊക്കെ വില. ഓക്കെ, നെക്സ്റ്റ് എസ് ആണ്. എസ് ഇസ് സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. അപ്പോൾ ഒരു ടെക്നോളജിയും നമ്മളെ ഒരു പ്രൊഡ്യൂസർ എത്രയാണ് ഒരു ഗുഡ് സപ്ലൈ ചെയ്യണത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ബെറ്റർ ദ ടെക്നോളജി ബെറ്റർ വിൽ ബി ദ സപ്ലൈ. അപ്പോൾ ഈ ഫാക്ടേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ F1 to FM പറയുന്നത് വേറെ ഒന്നുമല്ല, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ്ഡ് ആണ്. അതിൻ്റെ എത്രമാത്രം പ്രൈസ് ഉണ്ട്, പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് F1 to FM. ഇനി നമ്മൾ പറയുമ്പോൾ ഡിമാൻഡ് പോലെ തന്നെ സപ്ലൈ എത്രമാത്രം സപ്ലൈ ഉണ്ട് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതെല്ലാമാണ്? ഒരു ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്യുന്നതും കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതേപോലെ സപ്ലൈയും കുറേ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. Next is prices of factors of production, prices of other commodities, price expectation, number of producers, technology, goals of the firm, and weather.
അപ്പോൾ എന്തെല്ലാമാണ് ഈ ഡിറ്റർമിനൻസ്? സപ്ലൈ ഒരു പ്രൊഡ്യൂസർ എൻ്റെ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഒരു പ്രൊഡ്യൂസർ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് എത്രമാത്രം അത് പ്രൈസ് ഉണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. അതർ തിങ്സ് റിമൈനിങ് ദ സെയിം, മോർ ഓഫ് എ കമ്മോഡിറ്റി വിൽ ബി സപ്ലൈഡ് അറ്റ് എ ഹയർ പ്രൈസ്. കൂടുതൽ പ്രൈസ് ആണെങ്കിൽ കൂടുതൽ ഒരു പ്രൊഡ്യൂസർ സപ്ലൈ ചെയ്യും, ബിക്കോസ് ഹി ഈസ് മെയിൻലി ലുക്കിംഗ് ഇൻ ടു പ്രോഫിറ്റ്. പിന്നെ നെക്സ്റ്റ്, പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. A fall in the prices of factors of production helps the firms to produce more of the given outlay, resulting in increase in supply. Factors of productionൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ ലേബറിൻ്റെ ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റും, കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. Next is prices of other commodities. Prices of other commodities പറഞ്ഞാൽ increase in the rise of other commodities may induce producers to switch their production from the existing product to those for which the prices have risen. ഇപ്പം വേറെ കുറേ കമ്മോഡിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു യൂണിറ്റ്, ലെതർ മേക്കിംഗ് യൂണിറ്റ്, ലെതർ യൂസ് ചെയ്യണ ഒരു യൂണിറ്റാണ് വിചാരിച്ചോളൂ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാഗ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ബാഗ്സ് ആണ്. സപ്പോസ് ദ പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ അത് സ്വിച്ച് ഓവർ ചെയ്യും. സ്ലിപ്പേഴ്സിന് വില കൂടിയ കാരണം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പ്രൊഡ്യൂസറിൻ്റെ ഏറ്റവും വലിയ എയിം എന്താണ്? പ്രോഫിറ്റാണ്. അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ പ്രൈസസ് കൂടിയ സാധനത്തിലേക്ക് അവർ ഡൈവേർട്ട് ചെയ്യും. സോ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഒരു ഫാക്ടറാണ്. അത് ഡയറക്റ്റ് റിലേഷനാണ് സപ്ലൈനോട്. പ്രൈസസ് ഓഫ് അതർ ഫാക്ടേഴ്സ് പറയുമ്പോൾ പ്രൈസസ് ഓഫ് അതർ ഫാക്ടേഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ കൂടും. പ്രൈസസ് ഓഫ് അതർ കമ്മോഡിറ്റീസ് പറഞ്ഞാൽ വേറെ കമ്മോഡിറ്റീസിൻ്റെ സപ്ലൈ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും? ഇത് എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ മാറ്റി വെച്ച് അതർ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും. എന്നിട്ട് അടുത്ത പ്രൈസ് എക്സ്പെക്റ്റേഷൻ. Total supply of a commodity depends on price expectation of the producers. If the producers expect a significant decline in the price of the rival product, they are likely to increase their own supply to the market before the fall in the പ്രൈസ് ഓഫ് ദ റൈവൽ പ്രൊഡക്ട്സ് ടേക്സ് പ്ലേസ്. അപ്പോൾ നമ്മൾ സപ്പോസ് അവർ വിചാരിക്കുന്ന റൈവൽ പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് ഫോൾ ചെയ്യും എന്ന് വിചാരിക്കുകയാണെന്ന് വിചാരിച്ചാൽ അപ്പോൾ അവരെന്ത് ചെയ്യും വെച്ചാൽ ഇപ്പോൾ അവർ സപ്ലൈ ഇൻക്രീസ് ചെയ്യും. ബിക്കോസ് അത് പിന്നീട് റൈവൽ പ്രൊഡക്ട്സ് വില കുറയുമെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് ഇപ്പോൾ അവർ കൂടുതൽ സപ്ലൈ ചെയ്യും. അതിന് അവർ കുറേ ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുക്കും. എന്നാൽ അവർക്ക് കൂടുതൽ സെയിൽസ് ഉണ്ടാവാൻ വേണ്ടി. എന്താ വെച്ചാൽ അവർക്കറിയാം ഇൻ ഫ്യൂച്ചർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോൺ ഈ ചാർജിങ്ങിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഒരു വലിയ ഫേം, ഇപ്പോൾ റിലയൻസ് വേറൊരു എയർടെല്ലായിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സിന് അറിയാം ഇവർ മേർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ പ്രൈസസ് കുറയും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? കൂടുതലായിട്ട് സെയിൽ ചെയ്യാൻ നോക്കും. അപ്പോൾ പ്രൈസ് എക്സ്പെക്റ്റേഷൻസും ഇൻ കേസ് ദേ ആർ എക്സ്പെക്റ്റിംഗ് എ ഹയർ പ്രൈസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ റൈവൽസ് ടു ഫോൾ, ദേ വിൽ സെൽ മോർ. അപ്പോൾ അങ്ങനത്തെ ഒരു റിലേഷനാണ്. ആൻഡ് ഇൻവേഴ്സ് റിലേഷൻ. പിന്നെ number of producers, that supply depends on the number of producers in an industry. An increase in the number of producers will result in increase in the supply. കൂടുതൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ എന്താവും? സപ്ലൈ കൂടും. നാച്ചുറലി കൂടുതൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ നാച്ചുറലി കൂടുതൽ സപ്ലൈ ചെയ്യും. ടെക്നോളജി അതേപോലെ ഗുഡ് ടെക്നോളജി എന്ന് വെച്ചാൽ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഗോൾസ് ഓഫ് ദ ഫേം, ഒരു ഫേമിൻ്റെ കുറേ ഗോൾസ് ഉണ്ടാവും. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉണ്ടാവും, സെയിൽസ് മാക്സിമൈസേഷൻ ഉണ്ടാവും, അങ്ങനെ കുറേ ഗോൾസ് ഉണ്ടാവും. അപ്പോൾ ഗോൾസ് ഓഫ് ദ ഫേമും എത്രമാത്രം അവർ സപ്ലൈ ചെയ്യുന്നു ഡിപ്പെൻഡ് ചെയ്യും. കൂടുതൽ സെയിൽസ് മാക്സിമൈസേഷൻ ആണ് ഗോളെങ്കിൽ കൂടുതൽ അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും. ഓക്കെ. വെതർ പറഞ്ഞ ഒരു ചേഞ്ചസ് ഇൻ വെതർ കണ്ടീഷൻ ഓൾസോ ഇൻഫ്ലുവൻസസ് സപ്ലൈ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെയിനി സീസൺ ആണെങ്കിൽ കൂടുതൽ നമുക്ക് കുടയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യം വരും. അപ്പോൾ അതിൻ്റെ സപ്ലൈ കൂടും. അപ്പോൾ ഇതെല്ലാമാണ് ഡിറ്റർമിനൻസ് ഏതിൻ്റെ? നമ്മുടെ സപ്ലൈ. ഓക്കെ. വാട്ട് ആർ ദ ഡിറ്റർമിനൻസ്? പ്രൈസസ് ഓഫ് ദ പ്രൊഡക്റ്റ്, പ്രൈസസ് ഓഫ് അതർ factors of production, prices of other commodities, price expectation and number of producers and technology and also the goals of the firm and weather. ഇതെല്ലാമാണ് determinants of supply. Now what is the law of supply? Like the law of demand, other things remaining the same, the supply of a commodity is directly related to the quantity
and the supply of commodity is directly related to the price of the commodity. So that is the law of demand. Other things remaining the same നമ്മൾ ഓർക്കണം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സപ്ലൈക്ക് ഇപ്പോൾ ഒരു ഡയറക്റ്റ് റിലേഷനാണ് സപ്ലൈ കർവിൻ്റെ അപ്വേർഡ് സ്ലോപ്പിംഗ് കർവാണ്. ഇനി അടുത്തത് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഷെഡ്യൂൾ കണ്ടു. ഷെഡ്യൂൾ എന്തായിരുന്നു? ഒരു ടാബുലർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ പ്രൈസ് ആൻഡ് ദ ക്വാണ്ടിറ്റി സപ്ലൈ. വേറെ വെച്ച് whereas the supply curve പറയുമ്പോൾ it's a diagrammatic representation of the quantity that is supplied and the prices of the commodity. ഇനി അടുത്തത് നമ്മൾ മാർക്കറ്റ് സപ്ലൈ കർവ് ആണ് നോക്കാൻ പോണത്. ഡിമാൻഡ് സപ്ലൈ കർവ് ഡിറൈവ് ചെയ്തു. അതേപോലെ മാർക്കറ്റ് സപ്ലൈ കർവ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക വെച്ചാൽ, ടു ഗെറ്റ് ദ ടോട്ടൽ ഓഫ് ദ മാർക്കറ്റ് സപ്ലൈ വി ഹാവ് ടു ആഡ് അപ്പ് ദ സപ്ലൈസ് ഓഫ് ഓൾ ദ പ്രൊഡ്യൂസേഴ്സ്. കുറേ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും. അവരുടെ എല്ലാവരുടെയും പ്രൊഡ്യൂസേഴ്സ് എല്ലാവരുടെയും ഇത് നമ്മൾ സപ്ലൈസ് ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് സപ്ലൈ കർവ് കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ എക്സാമ്പിളിൽ 2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, എ ആൻഡ് ബി. 2 പേരും ക്യാരറ്റ്സ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എത്രയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യണത് ഡിപ്പെൻഡ്സ് ഓൺ ദ സപ്ലൈ ഓഫ് ബോത്ത്. Depends on the supply of both. Okay, so table 8.1 and figure 8.1 താഴെ കാണിക്കേണ്ട അതിലുണ്ട്. ദീസ് ആർ പ്രൊഡ്യൂസ്. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 8.2ലാണ്. നമുക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. ആൻഡ് ഇൻ ദ ടേബിൾ 8.2 we also show the supply schedule of another producer B. And figure 8.2 we draw the supply curve of B. Here we assume that the minimum price at which B can offer a positive quantity is rupees 1 and higher than required by A, that is 50 paise. ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രൈസ് അതായത് പ്രൈസ് 0.5 ആണെങ്കിൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് 0 ആണ്. പ്രൈസ് അറ്റ് യു ആണെങ്കിൽ 1 റുപ്പിയിൽ 300 യൂണിറ്റ്സ്. ഇത് നമ്മളുടെ ഫസ്റ്റ് പ്രൊഡ്യൂസറിൻ്റെയാണ്. ഓക്കെ, പ്രൊഡ്യൂസർ എൻ്റെയാണ് കാണിക്കുന്നത് 300. 1.5 അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 600 സപ്ലൈ ചെയ്യണു. 2ൽ 900, 2.5ൽ 1200, 3ൽ 1500, 3.5ൽ 1800. ബി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ബി 0.5ൽ 0, 1 റുപ്പിയിൽ ബി എന്താണ്? ഇൻഎഫിഷ്യൻ്റ് ആണ്, ഒന്നും സപ്ലൈ ചെയ്യില്ല. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം ബി ഈസ് ഇൻഎഫിഷ്യൻ്റ് ദാൻ എ. അപ്പോൾ 1 റുപ്പിയിൽ പ്രൊഡ്യൂസർ എ 300 കൊടുക്കുന്നുണ്ടെങ്കിലും ബീന് ഒന്നും സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. 1.5ൽ 600 എ പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ ബീന് എത്രയാണ്? 150 പറ്റുള്ളൂ. അപ്പോൾ ടോട്ടൽ നമ്മളുടെ എത്രയാണ് വരുന്നത്? ഫസ്റ്റ് ലൈനിൽ 0 തന്നെ വരും. 1 റുപ്പിയിൽ 300 ആണ്, 300 + 0. സെക്കൻഡിൽ 1.5 പ്രൈസ് ആണെങ്കിൽ 600 + 150 = 750. അങ്ങനെ ഓരോ തവണയും നമ്മൾ ആഡപ്പ് ചെയ്താൽ നമുക്ക് ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് കിട്ടും. അപ്പോൾ 2 പ്രൊഡ്യൂസേഴ്സിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡാണ് 4th കോളത്തിൽ കാണിക്കുന്നത്. ഓക്കെ, ദ മാർക്കറ്റ് സപ്ലൈ കർവ് ഇസ് ഡിറൈവ്ഡ് ബൈ സമ്മിങ് അപ്പ് or simply by adding the quantities supplied at each price. ഓരോ പ്രൈസിലും വരുന്ന ക്വാണ്ടിറ്റീസ് നമ്മൾ ആഡ് ചെയ്യണു. Thus, we see that when the market price of carrot is ₹1, producer A offers a positive quantity. 1 rupee ആണെങ്കിൽ producer A എത്ര കൊടുത്തുവെച്ചാൽ 300 kg ആണ്. But producer A offers nothing. നമ്മൾ പറഞ്ഞു 1 റുപ്പിയിൽ A 300 കൊടുക്കണ്ടെങ്കിൽ പക്ഷേ Bക്ക് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. സോ ദ മാർക്കറ്റ് സപ്ലൈ ഇസ് സെയിം ആസ് ഇൻഡിവിജ്വൽ സപ്ലൈ. അപ്പോൾ മാർക്കറ്റ് സപ്ലൈ ഇൻഡിവിജ്വൽ സപ്ലൈയും ഒന്നാണ്. ഓക്കെ, പ്രൊഡ്യൂസർ ബി ഇസ് ലെസ് എഫിഷ്യൻറ്റ്, മോശമാണ് പ്രൊഡക്ഷൻ. ബി കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഹയർ ദാൻ. ഒരു കോസ്റ്റ് പെർ യൂണിറ്റ്, അതായത് ഒരു ക്വാണ്ടിറ്റിയുടെ കോസ്റ്റ് കൂടുതലാണ് ബീന് വരുന്നത്. സോ അറ്റ് ദിസ് ലോവർ പ്രൈസ്, ദാറ്റ് ഇസ് 50 പൈസ പെർ kg, പ്രൊഡ്യൂസർ ബി ഇസ് 50 പൈസയ്ക്ക് പ്രൊഡ്യൂസർ ബീന് അത് എഫിഷ്യൻ്റായി തോന്നുന്നില്ല, അയാൾക്ക് ലോസ് ആണ്. അപ്പോൾ അയാൾ ഒന്നും സപ്ലൈ ചെയ്യില്ല, is not willing to supply or produce anything. However, as price increases to 150 ആകുമ്പോൾ അയാൾ സപ്ലൈ ചെയ്യും. അത് 150 kg ആണ് അയാൾ സപ്ലൈ ചെയ്യുള്ളൂ. പക്ഷെ എന്നാലും എനെക്കാട്ടിലും കുറവാണ്. പക്ഷേ എൻ്റെ എത്രയാണ്? മാർക്കറ്റ് സപ്ലൈ 600 ആയിരുന്നു. 600 + 150 750 ആയി. അപ്പോൾ മാർക്കറ്റ് സപ്ലൈ 750 ആയി. ആൻഡ് ഈച്ച് പ്രൈസ് ദ മാർക്കറ്റ് സപ്ലൈ ഇസ് ദ സം ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫേർഡ് ബൈ എ ആൻഡ് ബി. അപ്പോൾ 2 പേരും ആഡപ്പ് ചെയ്യണ ഒരു ഇതാണ് മാർക്കറ്റ് സപ്ലൈ. ഈ ഡയഗ്രത്തിൽ അത് കാണാൻ പറ്റും. ഫസ്റ്റ് ഡയഗ്രത്തിൽ എന്നെ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ലോപ്പാണ്.
സെക്കൻഡിൽ ബി വരച്ച് കഴിഞ്ഞാൽ S2 സ്ലോപ്പ് കാണാൻ പറ്റും. തേർഡ് എന്താണ്, രണ്ടിൻ്റെയും സമ്മേഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഓരോ പ്രൈസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 rupees എടുക്കുകയാണെന്ന് വെച്ചാൽ എൻ്റെ ക്വാണ്ടിറ്റി 9 ആയിരുന്നു, ബീൻ്റെ ക്വാണ്ടിറ്റി എന്തായിരുന്നു 3 ആയിരുന്നു. അപ്പോൾ 9 + 3 എത്രയാണ്, 10, 11, 12 ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 2 rupeesൽ നമ്മൾ 12,000 യൂണിറ്റ്സ് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾക്ക് ഈ മാർക്കറ്റ് ഡിമാൻഡ് ഡിറൈവ് ചെയ്യാൻ പറ്റുക. The market supply curve is shown in 8.2 and is arrived by adding the supply curve of the two producers by plotting the information contained in 1 and 2. So when the market price is ₹2, the total market supply is 1,200 kg, which is the sum of 900 kg of A and 300 kg of B. So total നമുക്ക് market demand supply curve നമുക്ക് കിട്ടും. Okay. Now ഈ മാർക്കറ്റ് സപ്ലൈ കർവ് എന്താ, ദ ലോക്കസ് ഓഫ് ഓൾ സച്ച് പോയിന്റ്സ് ഇസ് ദ മാർക്കറ്റ് സപ്ലൈ കർവ്. SA plus B. If we assume that 100 producers of carrot and all are alike in all respects in each of them would offer the same quantity at all possible prices. അപ്പോൾ എല്ലാവരും ഇത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരേപോലെ ആണെങ്കിൽ ഓരോ സെയിം പ്രൈസസിൽ ഇത്ര ക്വാണ്ടിറ്റി സെല് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കും. In this case, the market supply curve would be a 100-fold extension of individual supply curve. അങ്ങനെയാണെങ്കിൽ 100 producers of carrot are all alike in all respects, then each of them would offer the same quantity. ഇപ്പോൾ എല്ലാവരും ഒരുപോലെയാണ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സെയിം പ്രൈസിൽ എല്ലാവരും 100-fold ഇൻക്രീസ് ആണ് അവിടെ ഉണ്ടാവുക. സിൻസ് ദ സപ്ലൈ കർവ് ഓഫ് എ പ്രൊഡ്യൂസർ ഇസ് ഡിറൈവ് ഫ്രം ഇറ്റ്സ് MC കർവ്. MC പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് ആണ്. മാർജിനൽ കോസ്റ്റ് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ആണ്. അപ്പോൾ ഒരു സപ്ലൈ കർവ് ഡിറ്റർമിൻ നമ്മൾ ചെയ്യണത് എന്തിനോടാണ്, മാർജിനൽ കോസ്റ്റ് കർവ് ആണ്. അതായത് മാർജിനൽ കോസ്റ്റ് കർവ് എങ്ങനെയാണ് തീരുമാനിക്കുക വെച്ചാൽ, മാർജിനൽ കോസ്റ്റ് പറഞ്ഞാൽ എന്താണ്, ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എത്രമാത്രം ഇൻക്രീസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് മാർജിനൽ കോസ്റ്റ് ഇസ് ഗ്രേറ്റർ ആവുകയാണെങ്കിൽ then what will happen than the revenue. Marginal cost is greater than marginal revenue ആണെങ്കിൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല, അയാൾ സ്റ്റോപ്പ് ചെയ്യും. Till the time when marginal cost is lesser than marginal revenue, a person will produce. So the market supply curve would be the sum of MC curves of individual firms. അപ്പോൾ ഓരോ ഫേമിൻ്റെയും MC summation ആണ് എന്ത്, സപ്ലൈ കർവ്. ഓക്കെ, ലൈക്ക് ദ സപ്ലൈ കർവ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഫേം, ദ മാർക്കറ്റ് സപ്ലൈ കർവ് also slopes upward from left to right. അപ്പോൾ ഇൻഡിവിജ്വൽ കർവിൽ നമ്മൾ പഠിച്ചു ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. അതേപോലെ മാർക്കറ്റ് സപ്ലൈ കർവും അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. To sum up, the supply of any commodity per given period of time to any given price depends on the cost incurred in producing. എത്രമാത്രം നമ്മൾ സപ്ലൈ ചെയ്യുന്നു അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, എത്രയാണ് കോസ്റ്റ് ഇൻകർ ചെയ്യണം ഓരോ പ്രൈസിലും എത്രയാണ്, അതിനെയാണ് നമ്മൾ പറയുന്നത് മാർജിനൽ കോസ്റ്റ്. ആസ് വി ഹവ് ഓൾറെഡി സീൻ, ബോത്ത് ഇൻഡിവിജ്വൽ ഫേംസ് ആൻഡ് ദ ഇൻഡസ്ട്രി ആസ് എ ഹോൾ വിൽ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ചേഞ്ചസ് ഇൻ പ്രൈസസ്. ഇൻ ദ ഇൻഡസ്ട്രി ഇഫ് ദ പ്രൈസ് ഇൻക്രീസസ് ദേ വിൽ ഇൻക്രീസ് ദ ലെവൽ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. കോൺസിക്വൻ്റ്ലി ന്യൂ ഫേംസ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താവും, കുറേ ന്യൂ ഫേംസ് അട്രാക്റ്റഡ് ആവും ആൻഡ് എക്സിസ്റ്റിംഗ് ഫേംസ് വിൽ ഇൻക്രീസ് ദെയർ ഓൺ ഔട്ട്പുട്ട്സ്. കുറേ പുതിയ ഫേംസ് എൻട്രി ചെയ്യും ആ ഇൻഡസ്ട്രിയിൽ. ഇവിടെ പ്രൊഡക്ഷൻ ഇവിടെ നല്ല പ്രോഫിറ്റ് ആണ് വിചാരിച്ചോളൂ. അപ്പോൾ എന്താ, ബാക്കിയുള്ള ഫേംസ് ഇതിൽ എൻട്രി ചെയ്യും ആൻഡ് ഇൻക്രീസ് ദെയർ ഔട്ട്പുട്ട്സ്. എക്സിസ്റ്റിംഗ് ഫേംസും ഔട്ട്പുട്ട് കൂട്ടും. എ ഫേം വിൽ ഇൻക്രീസ് ഇറ്റ്സ് output until the price and the marginal cost are the same. Okay, അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും until the price and the marginal a firm will increase its output until the price and the marginal cost are equal. അപ്പോൾ P is equal to MC വരെ ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, നേരത്തെ ഞാൻ പറഞ്ഞു. ഓൺ ദി അതർ ഹാൻഡ് ഇഫ് ദ പ്രൈസ് ഫോൾസ്, പ്രൈസ് കുറവാണ് മാർജിനൽ കോസ്റ്റിനെക്കാട്ടിലും, അപ്പോൾ എന്താ അവിടെ ഉണ്ടാവുക, ലോസ് ഉണ്ടാവുക. അതായത് പ്രൈസ് ഈക്വൽ ടു കോസ്റ്റ് വരെ, മാർജിനൽ കോസ്റ്റ് എത്രമാത്രം ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഉണ്ട് അത് പ്രൈസിൽ കാണിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പ്രൈസ് ഇസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആകുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ പ്രൈസ് കുറവാണ് മാർജിനൽ കോസ്റ്റിനെക്കാട്ടിലും, അപ്പോൾ അവിടെ എന്തുണ്ടാവും, ലോസ് ഉണ്ടാവുക. ആൻഡ് ഈവൻ ടു സീ ആ ലോസ് ഉണ്ടാകുമ്പോൾ എന്താണ്, കുറേ ഫേംസ് ലീവ് ചെയ്യും. നേരെ മറിച്ച് പ്രൈസസ് ഗ്രേറ്റർ ദാൻ MC പറഞ്ഞാൽ അവിടെ എന്താണ്, പ്രോഫിറ്റ് ആണ്. കുറേ പുതിയ ഫേംസ് എൻട്രിയും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവും, അതാണ് പ്രോഫിറ്റ്. നേരെ മറിച്ച് P is lesser than പ്രൈസ് ഇസ് ലെസർ ദാൻ മാർജിനൽ കോസ്റ്റ് പറഞ്ഞാൽ അവിടെ ലോസ് ഉണ്ടാവും, കുറേ ഫേംസ് ലീവ് ചെയ്യും, പ്രൊഡക്ഷൻ കുറയും. ഓക്കെ,
Next, at any moment, it may be that the cost of increasing output may rise once the point it's passed at which the most efficient use of existing capital is being made. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ ഒരു പോയിന്റ് എത്തും വെൻ പി ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. അത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? അവിടെയാണ് മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവുക. പി ഈസ് ഈക്വൽ ടു എം സി. അത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? പ്രൈസ് കുറയും, എം സി കൂടും, മാർജിനൽ കോസ്റ്റ് കൂടും. ബിയോണ്ട് ദിസ് പോയിന്റ് ആ ടെക്നോളജിയിൽ, ആ പെർട്ടിക്കുലർ ടെക്നോളജിയിൽ പി ഈസ് ഈക്വൽ ടു എം സി പറഞ്ഞിട്ട് ഒരു പോയിന്റ് വരും, അല്ലെങ്കിൽ സാഡിൽ പോയിന്റ് പറയും അതിനെ, ഈക്വൽ ആയത്. അതായത് ഈ പ്രൈസും എം സി ഈക്വൽ ആയ ഒരു പോയിന്റ്, ഈക്വലിബ്രിയം വരും. അതുവരെ ഫേംസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് എന്താവും? പ്രൈസ് കുറയും. ബിയോണ്ട് ദിസ് പോയിന്റ് ഇറ്റ് വിൽ ബി ഇൻക്രീസിംഗ്ലി ഡിഫിക്കൾട്ട് ടു പ്രൊഡ്യൂസ് മോർ ഔട്ട്പുട്ട് ഇൻ ഈച്ച് ഫാം ഓർ ഫാക്ടറി. ഓക്കെ, എനി പ്രൈസ് വിൽ ഹാവ് ടു റൈസ് ഫോർ ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു പെർട്ടിക്കുലർ കപ്പാസിറ്റി ഉണ്ട് എല്ലാ ഫേംസിനും. ആ ഫേമിൻ്റെ ഫുൾ കപ്പാസിറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ അതുവരെ പി ഈസ് ഈക്വൽ ടു എം സി. അതിൻ്റെ ബിയോണ്ട് നമ്മൾ ആ ഫേമിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ലോസ് വരും. അങ്ങനെയാകുമ്പോൾ എന്താണ്? പ്രൈസ് കുറയും, എം സി കൂടും. അങ്ങനെയാകുമ്പോൾ ആ ഫേമിന് ലോസ് വരും. Once we understand this relationship between price and the quantity supplied, our first law of supply becomes reasonably obvious. It states that more will tend to be supplied at a higher price. കുറേ higher price ആണെങ്കിൽ കൂടുതൽ സപ്ലൈ ചെയ്യും, lower price ആണെങ്കിൽ lesser will be supplied. മൂവ്മെൻറ്റ് അലോങ് ദ സപ്ലൈ കർവ്. എന്താണ് ഞാൻ അടുത്തത്? മൂവ്മെൻറ്റ് അലോങ് ദ സപ്ലൈ കർവ് ആൻഡ് ഷിഫ്റ്റ്സ്. രണ്ട് തരണ്ട്. ഡിമാൻഡ് പോലെ തന്നെ നമുക്കറിയാം ഡിമാൻഡ് എപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്തിരുന്നത്, അതേപോലെ തന്നെ സപ്ലൈയും ഷിഫ്റ്റ് ചെയ്യും. മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഉണ്ട്, അതേപോലെ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഉണ്ട് ഓഫ് ദ സപ്ലൈ കർവ്. ആദ്യം പറഞ്ഞ പോലെ ഇൻക്രീസും ഡിക്രീസും എപ്പോഴാണ് ഉണ്ടാവുക? ഒരു സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? അതർ തിങ്സ് മാറുമ്പോഴാണ്. അതർ തിങ്സ് നമുക്കറിയാം, ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ്, പ്രൈസസ് ഓഫ് അതർ കമ്മോഡിറ്റി, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ടെക്നോളജി, ഇതൊക്കെ മാറുമ്പോൾ സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് കോൺട്രാക്ഷൻ, എക്സ്റ്റൻഷൻ കോൺട്രാക്ഷൻ ഈസ് അലോങ് ദ സെയിം സപ്ലൈ കർവ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ദ സപ്ലൈ കർവ് ഓഫ് എ കമ്മോഡിറ്റി നോർമലി ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് മാർക്കറ്റ് പ്രൈസ്, അസ്യൂമിങ് ദാറ്റ് ഓൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സപ്ലൈ റിമെയിൻ കോൺസ്റ്റൻറ്റ്. അത് നമുക്കറിയാം. എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ് സപ്ലൈ കർവ്? ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. അങ്ങനത്തെ ഒരു കർവാണ് ഈ അപ്വേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവ്. On this basis of this assumption, we consider the movement along the same supply curve from left to right. ലെഫ്റ്റ് തൊട്ടിട്ട് റൈറ്റിലേക്ക് പോവുകയാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ, ബട്ട് ഇൻ പ്രാക്ടീസ് വി ഒബ്സർവ് ദാറ്റ് അതർ ഫാക്ടേഴ്സ് ഡു നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ റൈറ്റ് ടു ലെഫ്റ്റോ ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ അവിടെ എക്സ്റ്റൻഷൻ കോൺട്രാക്ഷൻ ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും ഉണ്ടാവും. എക്സ്റ്റൻഷൻ പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് അവിടെ എക്സ്റ്റൻഷൻ ഉണ്ടാവുക. കോൺട്രാക്ഷൻ പറഞ്ഞാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ കോൺട്രാക്ഷൻ ഉണ്ടാവും. പക്ഷേ ഇത് എപ്പോഴാണ് ഉണ്ടാവുക? ഓൾ അതർ ഫാക്ടേഴ്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. പക്ഷേ ശരിക്കുള്ള വേൾഡിൽ അതർ ഫാക്ടേഴ്സ് ഡു നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അവിടെയൊക്കെ ഷിഫ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവും. So if there is a change in another variable, the whole supply curve will shift to a new position. അങ്ങനെ ചേഞ്ച് ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക? സപ്ലൈ കർവ് മാറും. So economists find it necessary to draw a distinction between the movement along the supply curve and a shift in the entire curve. അതുകൊണ്ട് നമുക്ക് പറയാം ഒരു വ്യത്യാസം വേണം. അപ്പോൾ സപ്ലൈ കർവിൻ്റെ അതേ ആ സപ്ലൈ കർവിൽ മുകളിലേക്കും താഴേക്കും പോണത് എന്താണ്? എക്സ്റ്റൻഷനും കോൺട്രാക്ഷനുമാണ്. അപ്പം ഇനിയിപ്പോൾ ആ സപ്ലൈ കർവ് മാറി വേറൊരു പൊസിഷനിലേക്ക് മാറുകയാണെങ്കിൽ അതിനെ ഷിഫ്റ്റാണ് പറയുക. ആ ഷിഫ്റ്റ് ഉണ്ടാവുന്ന അതർ ഫാക്ടേഴ്സ് കാരണമാണ്. A movement along the same supply curve implies that a larger quantity of commodity is being supplied at a lower price. Such movements imply that different quantities are being offered for sale at different prices and other things remaining the same. അപ്പോൾ ഒരേ സപ്ലൈ കർവിലാണെങ്കിൽ നമുക്കറിയാം എന്താണ് നടക്കുന്ന. ഒരേ പ്രൈസിൽ കുറേ കൂടുതൽ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നു, അതിനെയാണ് എക്സ്പാൻഷൻ പറയുക. ആൻഡ് നേരെ തിരിച്ചും. ഓക്കെ, പക്ഷേ ഇൻ കേസ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ സപ്ലൈ കർവ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഷിഫ്റ്റ് ഇൻ ദ സപ്ലൈ കർവ്. ഇനി എങ്ങനെയാണ് ഷിഫ്റ്റ് ഉണ്ടാവുക?
A shift in the curve implies that a different quantity is being offered for sale at each price. ഒരു പ്രൈസിൽ 2 രൂപ എടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റിയാണ്. ഒരു സപ്ലൈ കർവിൽ വേറെ, രണ്ടാമത്തെ സപ്ലൈ കർവിൽ വേറെ. ഇത് ഫിഗറിൽ കാണിക്കാം. ആസ് ദ സപ്ലൈ കർവ് ഷിഫ്റ്റ്സ് ഫ്രം S1 to S2, the quantity for sale at price P0 goes up from Q1 to Q2. ഇപ്പോൾ നമ്മൾ സപ്ലൈ കർവ് വേറെ ഷിഫ്റ്റ് ചെയ്യാണ്, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരേ പ്രൈസിൽ കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ സപ്ലൈ ചെയ്യുക. അത് ഡയഗ്രത്തിൽ കാണിക്കാം. സച്ച് ഷിഫ്റ്റ്സ് അക്കർ ഡ്യൂ ടു ചേഞ്ചസ് ഇൻ വൺ ഓർ മോർ ഓഫ് ദ സെറ്റീരിയസ് പാരബസ് അസംഷൻസ്. അപ്പോൾ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയി വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ മാറ്റം വരികയാണെങ്കിൽ, അതർ തിങ്സിൽ മാറ്റം വരികയാണെങ്കിൽ ഷിഫ്റ്റ് ഉണ്ടാവും. സച്ച് ചേഞ്ചസ് മേ ബി 2 ടൈപ്സ്. 2 ചേഞ്ച് കാണാൻ പറ്റും. ഇൻക്രീസ് ഇൻ ദ സപ്ലൈ അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ദ സപ്ലൈ. ഇൻക്രീസ് ഇൻ ദ സപ്ലൈ പറഞ്ഞാൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആവും. ഡിക്രീസ് ഇൻ ദ സപ്ലൈ പറഞ്ഞാൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ദ ഫോമർ ഇംപ്ലൈസ്, ഫസ്റ്റ് വൺ ആണെങ്കിൽ ഇൻക്രീസ് ആണെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് എ ലാർജർ ക്വാണ്ടിറ്റി അറ്റ് ദ സെയിം പ്രൈസ്. ഒരേ പ്രൈസിൽ കൂടുതൽ ക്വാണ്ടിറ്റി. ദ സെയിം ക്വാണ്ടിറ്റി അറ്റ് എ ലോവർ പ്രൈസ്. ഒരേ ക്വാണ്ടിറ്റി അറ്റ് എ ലോവർ പ്രൈസ് ആണ്. ഇത് നമുക്ക് ഒരു ഡയഗ്രത്തിൽ കാണാം. ഫോർ എക്സാമ്പിൾ ഇത് എടുക്കുകയാണെങ്കിൽ നമ്മൾ അറ്റ് പോയിൻറ്റ് P0 പറയുകയാണെങ്കിൽ S1 എന്ന കേർവിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ക്വാണ്ടിറ്റി സപ്ലൈഡ് Q0 ആണ്. P0 എടുക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ക്വാണ്ടിറ്റി എത്രയാണ്, Q1 ആണ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ലാർജർ ക്വാണ്ടിറ്റി അറ്റ് ദ സെയിം പ്രൈസ്. അപ്പോൾ സെയിം പ്രൈസ്, ഇപ്പോൾ P0 എടുക്കുകയാണ് ലാർജർ ക്വാണ്ടിറ്റി. പിന്നെ അടുത്തത് എന്താ പറഞ്ഞാൽ ദ സെയിം ക്വാണ്ടിറ്റി അറ്റ് എ ലോവർ പ്രൈസ്. ദ സെയിം ക്വാണ്ടിറ്റി, ഓക്കെ, ഇതേ ക്വാണ്ടിറ്റി ലോവർ പ്രൈസിലാണ്. G പോയിൻ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മൾ അതേ ഇത് നോക്കുകയാണെങ്കിൽ Q0 ആദ്യത്തെ കർവ് അനുസരിച്ച് നമ്മൾ Q0 പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ സെയിം ക്വാണ്ടിറ്റി Q0 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ ലോവർ പ്രൈസ്. ഇത് രണ്ടുമാണ് ഷിഫ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സപ്ലൈ കർവ് S1 എടുക്കുകയാണെങ്കിൽ ഒരേ ഷിഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അർത്ഥം. അതായത് 2 ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇൻക്രീസ് ഇൻ ഷിഫ്റ്റ് ഇൻ ദ സപ്ലൈ കർവ് S1 S2ലേക്ക് മാറുകയാണെങ്കിൽ എന്താ അവിടെ ഉണ്ടാവുക, 2 എണ്ണം നമുക്ക് കാണാൻ പറ്റും. ഗ്രേറ്റർ ക്വാണ്ടിറ്റി അറ്റ് ദ സെയിം പ്രൈസ് ആൻഡ് ലെസർ ആൻഡ് ദ ക്വാണ്ടിറ്റി. And second one is the same quantity at a lower price. അപ്പോൾ സെയിം ക്വാണ്ടിറ്റി നമുക്ക് S2ലും കിട്ടും, Q0 ആദ്യത്തെ ക്വാണ്ടിറ്റി കിട്ടും, പക്ഷേ പ്രൈസ് എന്താവും, കുറയും. ഓക്കെ, സോ 2 ഇഫക്ട്സ് ആണ്. ഒന്നുകൂടിയും പറയാം. ദാറ്റ് ഈസ് എ ഗ്രേറ്റർ ക്വാണ്ടിറ്റി അറ്റ് ദ സെയിം പ്രൈസ് ആൻഡ് എ ലെസർ ക്വാണ്ടിറ്റി and the same quantity at a lesser price. So same പ്രൈസിൽ ഗ്രേറ്റർ ക്വാണ്ടിറ്റിയും പിന്നെ ലെസർ പ്രൈസിൽ സെയിം ക്വാണ്ടിറ്റിയും കിട്ടും. ഓക്കെ, സോ വെൻ വി സേ ദാറ്റ് എ സപ്ലൈ ഓഫ് ദ കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് മാർക്കറ്റ് പ്രൈസ്, വി അസ്യൂം ദാറ്റ് അതർ തിങ്സ് ആർ ഈക്വൽ. അപ്പോൾ അതർ തിങ്സ് ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് ഈ സപ്ലൈ ഡിപ്പെൻഡ്സ് ഓൺ ദ മാർക്കറ്റ് പ്രൈസ്. ദ അതർ തിങ്സ് ഹിയർ ആർ ദ പ്രൈസസ് ഓഫ് അതർ ഗുഡ്സ്, ദ പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ടെക്നിക്സ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇഫ് ഫോർ എക്സാമ്പിൾ ദ പ്രൈസസ് ഓഫ് അതർ ഫാക്ടേഴ്സ് സച്ച് ആസ് ഓണിയൻസ് ഓർ കോളിഫ്ലവർ റൈസ്, ഒനിയൻ അല്ലെങ്കിൽ കോളിഫ്ലവറിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ റൈസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ക്യാരറ്റ്സ് വിൽ ബി ലെസ് അട്രാക്റ്റീവ് ദാൻ ബിഫോർ. ഇഫ് ദ പ്രൈസ് വേറെ സാധനങ്ങളുടെയൊക്കെ പ്രൈസ് കൂടുകയാണെങ്കിൽ ഫാമേഴ്സ് എന്ത് ചെയ്യും, ഇപ്പോൾ കോളിഫ്ലവർ ഒനിയൻ്റെയൊക്കെ പ്രൈസ് കൂടുകയാണെങ്കിൽ ഫാമേഴ്സ് എന്ത് ചെയ്യും, ക്യാരറ്റ് പ്രൊഡ്യൂസ് ചെയ്യാതെ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കും. ഓക്കെ, ബിക്കോസ് കൂടുതൽ വില കിട്ടണം. പ്രൊഡ്യൂസേഴ്സ് വിൽ കൺസിഡർ പ്രൊഡ്യൂസിങ് മോർ ഓഫ് അതർ കമോഡിറ്റി ആൻഡ് ലെസ് ഓഫ് ക്യാരറ്റ്സ്. അപ്പം കൂടുതൽ മറ്റേ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ റബ്ബർ അല്ലെങ്കിൽ റബ്ബറിനൊക്കെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് ചെയ്യും, അത് മാറ്റിയിട്ട് പ്രൊഡക്ഷൻ വേറെ വല്ല കമേഴ്ഷ്യൽ ക്രോപ്സിലേക്ക് മാറ്റാൻ നോക്കും. അത് മാറ്റിയിട്ട് വേറെ വല്ല പ്രൊഡക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കും. ദ റിസൾട്ട് വിൽ ബി എ ഡിക്രീസ് ഇൻ ദ സപ്ലൈ ഓഫ് ക്യാരറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോളിഫ്ലവർ ഒനിയൻ്റെയും പ്രൈസ് കൂടുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും, ക്യാരറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ക്യാരറ്റ്സിൻ്റെ സപ്ലൈ കുറയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഷിഫ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഷിഫ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ 2 ഇഫക്റ്റാണ് ഉണ്ടാവുക. ഇൻക്രീസ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ സെയിം പ്രൈസിൽ കൂടുതൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെയിം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും അറ്റ് എ ലോവർ പ്രൈസ്. അതാണ് കൺക്ലൂഷൻ. ഇനി ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ആൻഡ് ഷിഫ്റ്റ്സ്. ഇനി ഇതിൽ കാണാൻ പറ്റും കോൺട്രാക്ഷൻ എന്താ, എക്സ്റ്റൻഷൻ എന്താ. ഈ സപ്ലൈ S1 കർവിൽ തന്നെ മുകളിലേക്ക് പോകുന്നതാണ് എക്സ്റ്റൻഷൻ.
താഴേക്ക് വരുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്തത് കുറയും. അപ്പോൾ അതിനെ കോൺട്രാക്ഷൻ പറയും. ഇൻക്രീസ് പറയുന്നത് എന്താണ്? ഇൻക്രീസ് പറഞ്ഞാൽ സപ്ലൈ കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഡിക്രീസ് പറഞ്ഞാൽ സപ്ലൈ കർവ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. സിമിലർലി a fall in the price of goods, other goods is likely to cause an increase in the supply of carrots. ഇൻ കേസ് നമ്മളുടെ കോളിഫ്ലവറും ഓണിയൻ്റെ ഒക്കെ പ്രൈസ് കുറഞ്ഞു വിചാരിച്ചോളൂ. അപ്പോൾ എന്താ ഉണ്ടാവുക? എല്ലാവരും ക്യാരറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. വെൻ വൺ ടോക്സ്, അപ്പോൾ സപ്ലൈ അതിൻ്റെ കൂടും. വെൻ വൺ ടോക്സ് അബൌട്ട് ആൻ ഇൻക്രീസ് ഓർ ഡിക്രീസ്, വി മീൻ ദാറ്റ് ദർ ഹാസ് ബീൻ എ ചേഞ്ച് ഇൻ ദ ആക്ച്വൽ കണ്ടീഷൻസ് ഓഫ് സപ്ലൈ. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഉണ്ടെങ്കിൽ കണ്ടീഷൻ മാറി, അപ്പോൾ നമ്മളുടെ അസംഷൻസ് മാറിയ എന്നാണ് നമ്മൾ പറയേണ്ടത്. സച്ച് ആസ് ദ ചേഞ്ചസ് വിച്ച് റിസൾട്ട് ഫ്രം ദ ചേഞ്ചിങ് ഇൻ ദ പ്രൈസസ് ഓഫ് അതർ ഗുഡ്സ്. ദിസ് ഇസ് ഇലസ്ട്രേറ്റഡ് ഇൻ ദ ഫിഗർ where a decrease in the supply curve of carrots is shown by a shift of the supply curve to the left from S1 to S2. Decrease parna leftward shift ആണ്, increase parna rightward shift ആണ്. Similarly, if the price of the factors which are used to produce carrot rise, then the conditions of supply have changed and the supply curve will shift to the left. അതേപോലെയാണ് കണ്ടീഷൻസ് ഇൻ വിച്ച് ദ പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് മാറുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് കുറയുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? അവിടെ സപ്ലൈ കൂടും. അതേപോലെ പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് കൂടുകയാണെങ്കിൽ സപ്ലൈ കുറയും. ഓക്കെ, ഇറ്റ് ഹാസ് ബിക്കം മോർ എക്സ്പെൻസീവ് ടു പ്രൊഡ്യൂസ്, then the conditions of supply have changed and the supply curve will shift to the left. അതുകൊണ്ട് കുറയും സപ്ലൈ കർവ്. It has been more expensive to produce carrots and less will be supplied at a given price. If it becomes cheaper to produce, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലെസ്സർ പ്രൈസ് അയച്ചാൽ ചീപ്പറായി ക്യാരറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അപ്പോൾ എന്താ ഉണ്ടാവുക? സപ്ലൈ കർവ് ഇങ്ങോട്ട് മാറും, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവും. The same is true if new methods of production are adopted. നമ്മൾ പുതിയ മെത്തേഡ്സ് പ്രൊഡക്ഷന് യൂസ് ചെയ്യുകയാണെന്ന് എന്തുണ്ടാവും? ഇംപ്രൂവ് ടെക്നീക്സ് ഉണ്ടെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ കൂടും, അപ്പോൾ സപ്ലൈ കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഓൾഡ് ആൻഡ് ചീപ്പർ മെത്തേഡ്സ് ഹാവ് ബീൻ അബോണ്ടഡ് ഫോർ ന്യൂ ആൻഡ് മോർ എക്സ്പെൻസീവ് വൺ ആസ് ഹാപ്പൻസ് വെൻ മോർ കോൾ ഇസ് എക്സ്ട്രാക്റ്റഡ് ഫോർ എക്സാമ്പിൾ, ദെൻ ദ സപ്ലൈ കർവ് മേ ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ്. കൂടുതൽ എക്സ്പെൻസീവ് ആയ ടെക്നീക്സ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ സപ്ലൈ കർവ് എന്താവും? ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. അതുകൊണ്ട് അവിടെ ഡിക്രീസ് ഇൻ ദ സപ്ലൈ ഉണ്ടാവും. ഇനി ഇതന്നെ നമുക്കൊരു ചാർട്ടിൽ കാണാൻ പറ്റും. എന്താണ് ചേഞ്ച്? എ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദ ഗുഡ് കോസസ് എ മൂവ്മെൻറ്റ് അലോങ് ദ സപ്ലൈ കർവ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സാധനത്തിൻ്റെ വില മാറ്റത്തിൽ വരുമ്പോൾ ആ സപ്ലൈ കർവിൽ മാത്രമാണ് മാറ്റം വരിക. അതായത് സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യാതെ അതേ സപ്ലൈ കർവിലാണ്. ദാറ്റ് ഇസ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റിൽ മാറ്റം വരികയാണെങ്കിൽ സപ്ലൈ കർവിൽ എന്തുണ്ടാവും? മുകളിലേക്കും താഴേക്കും പോകും. അതായത് എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. സോ നമ്മൾ പ്രൈസ് ഓഫ് ഗുഡ് മാത്രം നോക്കുകയാണെങ്കിൽ, പ്രൈസ് ഓഫ് ഗുഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? വില കൂടുകയാണ്. അപ്പോൾ എന്താവും? സപ്ലൈ എന്താണ്? ഡയറക്റ്റ് റിലേഷനാണ്. അപ്പോൾ സപ്ലൈ കൂടും. പ്രൈസ് ഓഫ് ഗുഡ് ഫോൾ ചെയ്യുകയാണെങ്കിൽ എന്താണ്ടാവുക? അവിടെ ദർ വിൽ ബി എ ഡിക്രീസ് ഇൻ ദ സപ്ലൈ. അത് പ്രൈസ് മാത്രം നോക്കുകയാണെങ്കിൽ. പക്ഷെ വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം മാറുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഷിഫ്റ്റ് ഓഫ് ദ സപ്ലൈ കർവ് ഉണ്ടാവും. നമ്മളിപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് റൈസ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് വേർഡ് ആൻഡ് ഡൗൺ വേർഡ് ഓർ സൗത്ത് ഈസ്റ്റേൺലി ഷിഫ്റ്റ്, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവും സപ്ലൈ കർവിൻ്റെ. A fall in the price of the factors of production, an improvement in the state of technology, an increase in the supply, an improvement in the conditions of supply. ഇതെല്ലാം കാരണം റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവും. പക്ഷേ a fall in the price of substitute goodsൻ്റെ പ്രൈസ് ഫോൾ ചെയ്യാണ്, അല്ലെങ്കിൽ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ വില കൂടുകയാണെങ്കിൽ കോസ്റ്റ്ലി ആവും, അപ്പോൾ പ്രൊഡക്ഷൻ കുറയും, സപ്ലൈ കുറയും. ഇതേപോലെ ഡിറ്റോറിയേഷൻ ഇൻ ദ ടെക്നോളജി, സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി ആണെങ്കിലും എന്തുണ്ടാവും? സപ്ലൈ കർവ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഓർക്കേണ്ട. ഒരു സപ്ലൈ കർവിൽ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് മാത്രമാണ് നോക്കണമെങ്കിൽ ആ സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യില്ല. എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ഉണ്ടാവും. നേരെ മറിച്ച് വേറെ ഫാക്ടേഴ്സൊക്കെ മാറുകയാണെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക? ഷിഫ്റ്റ് ഇൻ ദ സപ്ലൈ കർവ് ആണ്. അതാണ് ബി പോർഷനിൽ കാണിച്ചത്. അത് എന്താ വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ, ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ സ്റ്റേറ്റ്, ഇതൊക്കെ എന്താണ്? കൂടുതൽ സപ്ലൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെയൊക്കെ കാര്യത്തിൽ സപ്ലൈ കർവ് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക?
സപ്ലൈ കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. നേരെ മറിച്ച് ഗുണമില്ലാത്ത കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി ഈസ് ലെസ്, അല്ലെങ്കിൽ ഡിറ്റോറിയേഷൻ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി, മോശമായ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജിയാണ്. അതേപോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ വില കൂടുകയാണ്, അതായത് അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധനങ്ങളിനൊക്കെ വില കൂടുകയാണ് വെച്ചാൽ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് അത് കോസ്റ്റ് കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ അയാൾ പ്രൊഡക്ഷൻ കുറയ്ക്കും. അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ട്സ്, അതിൻ്റെ പകരം യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ വില താഴെ ആവുകയാണെങ്കിലും അതെ ഇതിന് എന്താവും, സപ്ലൈ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് റീസൺസ്. റൈറ്റ് വേർഡ് ഷിഫ്റ്റും ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റും, ഇൻക്രീസ് എന്താണ്, ഡിക്രീസ് എന്താണ്, കോൺട്രാക്ഷൻ എന്താണ്, അതേപോലെ എക്സ്റ്റൻഷൻ എന്താണ്. ഇനി സപ്ലൈ കർവിലും ഡിമാൻഡ് കർവ് പോലെ എക്സെപ്ഷൻസ് ഉണ്ട്. ഡിമാൻഡ് കർവിൽ നമ്മൾ കണ്ടു ബാൻഡ് വാഗൻ ഇഫക്റ്റ്, വെബ്ലൻ ഗുഡ്സ്, ഗിഫൻ ഗുഡ്സ്, അങ്ങനെ കണ്ടു ഗുഡ്സ്. അതേപോലെ തന്നെ സപ്ലൈ കർവിലും ചില എക്സെപ്ഷൻസ് ഉണ്ട്. സപ്ലൈ കർവ് ഓഫ് റെയർ ഗുഡ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക, the supply curve of rare goods such as artwork of a dead painter is vertical straight line. Vertical straight line പറഞ്ഞാൽ നേരെ സ്ട്രെയിറ്റ് ലൈനാണ്. ദാറ്റ് ഈസ് ഒരു ഡെഡ് പെയിൻറ്റർ ആണെങ്കിൽ അയാൾക്ക് ഇനി സപ്ലൈ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അവിടെ ഫിക്സഡ് ആണ്. അപ്പോൾ സപ്ലൈ കർവ് എങ്ങനെയാവും, സ്ട്രെയിറ്റ് ലൈൻ ആവും. ഓക്കെ, വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആവും. സപ്ലൈ കർവ് ഓഫ് ലാൻഡിൻ്റെ അതെ നമ്മുടെ ഫാക്ടേഴ്സിൽ നോക്കുകയാണെങ്കിൽ ലാൻഡ് ഒരു ഫിക്സഡ് ഫാക്ടറാണ്, അതിൻ്റെ സപ്ലൈ നമുക്ക് കൂട്ടാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല, അതും വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈനാണ്. പിന്നെ ഉള്ളത് കോൺസ്റ്റൻറ്റ് കോസ്റ്റ് സപ്ലൈ, ദ ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി. ഇത് ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല. കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി ഇസ് പെർഫെക്റ്റ്ലി എലാസ്റ്റിക് കർവ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഫസ്റ്റ് പോയിൻ്റ് ആണ്. എലാസ്റ്റിക് കർവ് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനാണ് ഇൻഫിനിറ്റി വരെ. ഓക്കെ, നെക്സ്റ്റ് ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയുടെ ആണെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കോസ്റ്റ് ആണ്. അതായത് ഡിക്രീസിങ് കോസ്റ്റ് പറഞ്ഞാൽ ലോങ് റൺ സപ്ലൈ കർവ് ഡിക്രീസിങ് കോസ്റ്റ് ആണ്, വില കുറഞ്ഞിട്ടാണ്. പ്രൈസസ് ഓഫ് ഫാക്ടർ ബിക്കോസ് ഫാക്ടർ പ്രൈസസ് ആർ ഫോളിങ് ഡ്യൂ ടു ഇക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവ് ആവും ഡിക്രീസിങ് കോസ്റ്റ് ആണെങ്കിൽ. കോസ്റ്റ് എന്താണ്, കുറഞ്ഞു വരികയാണെന്ന് വെച്ചാൽ സപ്ലൈ കർവ് എങ്ങനെയാണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അതേപോലെ ഇത് രണ്ട് എക്സെപ്ഷൻസ്. പിന്നെ ലേബർ സപ്ലൈ കർവ് ടെക്സ്റ്റിൽ നിങ്ങളുടെ അതിൻ്റെ ഡയഗ്രാം ഉണ്ട്. ബാക്ക്വേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്, തിരിഞ്ഞ് ഉള്ള സ്ലോപ്പിംഗ് കർവ് ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ലിഷർ പ്രിഫറൻസ്. ലിഷർ പറഞ്ഞാൽ എന്താണ്, വെറുതെ ഇരിക്കുക, ലേസി ആയിട്ടിരിക്കുക, അങ്ങനത്തെ അത് കാരണം ചിലപ്പോൾ എന്താണ് ഈ സപ്ലൈ കർവ് നേരെ അപ്വേർഡ് സ്ലോപ്പിംഗ് അല്ല, തിരിച്ച് വരും. അതായത് ഒരു നമ്മളുടെ ഈ ബോ ഇല്ലേ, അമ്പ് പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കും. ഓക്കെ, ആസ് വേജസ് റൈസ് വർക്കേഴ്സ് സക്സീഡ് in earning the same amount of money by putting less effort. അപ്പോൾ സെയിം amount of money, ഇപ്പോൾ ഒരു വർക്കറിന് നമ്മൾ വെറുതെ ഇരിക്കുന്നതിനൊക്കെ നമ്മളൊരു ഇത് കൊടുക്കുകയാണ്, വെറുതെ വേജസിന് വേണ്ടി എഷ്യൂർ ചെയ്യാൻ വേണ്ടി വെറുതെ ഒരു എമൗണ്ട് കൊടുക്കുകയാണ്. ഫോർ വർക്കിംഗ് ക്ലാസ്സിന് നമ്മൾ ഗവൺമെൻറ് ഒരു പൈസ കൊടുക്കുകയാണ്. ഫോർ ദോസ് ഹു ആർ അൺഎംപ്ലോയിഡ് അതൊരു 1500 ഒക്കെ കിട്ടുകയാണെങ്കിൽ അവർ വിചാരിക്കും വിത്തൗട്ട് വർക്കിംഗ് യു ആർ ഗെറ്റിംഗ് 1500, അപ്പോൾ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു വർക്ക്. അങ്ങനത്തെ ഒരു കാര്യത്തിൽ അങ്ങനെയാകുമ്പോൾ സപ്ലൈ കർവ് എങ്ങനെയാണ്, ബാക്ക്വേർഡ് ബെൻഡിങ് curve ആവും. ആസ് വേജസ് റൈസ് വർക്കേഴ്സ് സക്സീഡ് ഇൻ ഏർണിംഗ് ദ സെയിം amount ഓഫ് മണി ബൈ പുട്ടിങ് ലെസ് എഫേർട്ട്. സെയിം amount ലെസ് വർക്ക് ചെയ്തിട്ട് കൂടുതൽ അവർക്ക് കിട്ടും. വേജ് റൈസ് ചെയ്യുകയാണെങ്കിൽ, വേജസ് നല്ലോണം കൂടിക്കഴിഞ്ഞാൽ, അവരുടെ ശമ്പളം നല്ലോണം കൂടിക്കഴിഞ്ഞാൽ കുറച്ച് എഫേർട്ട് കൊടുത്താലും അവർക്ക് അതേ പേയ്മെൻറ്റ് കിട്ടും. ഓക്കെ, സോ ദേ പ്രിഫർ ടു വർക്ക് ലെസ്. അങ്ങനെയാകുമ്പോൾ അവർ കുറവേ വർക്ക് ചെയ്യുള്ളൂ. മോർ ഓവർ വെൻ വേജസ് റൈസ് ദർ ഇസ് എ വിഡ്രോവൽ ഓഫ് വുമൻ, ചിൽഡ്രൻ, എൽഡർലി പീപ്പിൾ ഫ്രം ദ ലേബർ ഫോഴ്സ്. അപ്പോൾ കൂടുതൽ വേജസ് ആയി വിചാരിച്ചോളൂ, അപ്പോൾ വർക്കിംഗ് ക്ലാസ്സിന് കുറേ ആൾക്കാർ തിരിച്ചു പോവും, വിമൻ പോവും, കുട്ടികളൊക്കെ മാറിപ്പോവും. ദ ആർ നോട്ട് റിക്വയർഡ് ടു വർക്ക് ഇൻ ഓർഡർ ടു സപ്ലിമെൻറ്റ് ഫാമിലി ഇൻകംസ്. അങ്ങനെയാകുമ്പോൾ വേജ് ഇൻക്രീസ് അയച്ചാൽ ബാക്കി എല്ലാവരും വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. അങ്ങനെയാണ് എല്ലാവരും വർക്കിംഗ് ഫോഴ്സിന് മാറിപ്പോവും. അങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് ബാക്ക്വേർഡ് ബെൻഡിങ് ഒരു കർവ് കിട്ടും. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് സപ്ലൈ കർവ് ഓഫ് ലേബർ വിൽ ബെൻഡ് ബാക്ക് ടു ദ ലെഫ്റ്റ്. ദിസ് ഇസ് ഓൾസോ നോൺ ആസ് റിഗ്രസീവ് സപ്ലൈ കർവ്. ഇതിന് നമുക്ക് വേറൊരു പേര് പറയാം, റിഗ്രസീവ് സപ്ലൈ കർവ്. അപ്പോൾ ഇനി ഡിമാൻഡ് പോലെ തന്നെ സപ്ലൈയിലും 3 കൺവെൻഷണൽ ടേംസ് ഉണ്ട്, ടൈം പീരിയഡ്സ് ഉണ്ട്. വെരി ഷോർട്ട് പീരിയഡ്,
ഷോർട്ട് പീരിയഡ് അല്ലെങ്കിൽ ഷോർട്ട് റൺ അല്ലെങ്കിൽ ലോങ് റൺ. വെരി ഷോർട്ട് പീരിയഡ് നമ്മൾ കാണുന്നത് വെജിറ്റബിൾസിനാണ്. അതിൽ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഫിക്സഡ് സ്റ്റോക്കാണ്, ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ഈ ഒരു 3 തരത്തിൽ തിരിക്കുന്നത് ആരാ കൊണ്ടുവന്ന്? ആൽഫ്രഡ് മാർഷലാണ്. അപ്പോൾ വെരി ഷോർട്ട് റൺ, ദർ ഈസ് ഹാർഡ്ലി എനി ടൈം ടു ചേഞ്ച് ദ പ്രൊഡക്ഷൻ ഇൻ ദ മാർക്കറ്റ്. ഇപ്പോൾ ഫിഷ് മാർക്കറ്റാണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുപോയ സപ്ലൈ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഫിക്സഡ് ആണ്. ഇൻ ദ ഷോർട്ട് റൺ പറഞ്ഞാൽ ചില ഫാക്ടേഴ്സ് വേരിയബിൾ ആണ്, ചിലത് ഫിക്സഡ് ആണ്. അപ്പോൾ നമ്മളൊരു ഷോർട്ട് പീരീഡ് ഇപ്പോൾ 2 വർഷമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് ഫാക്ടേഴ്സ് ഉണ്ടാവും. നമ്മളെങ്ങനെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ലാൻഡിൻ്റെ കോസ്റ്റ് അതെല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഫാക്ടേഴ്സൊക്കെ ഉണ്ടാവും. പിന്നെ വേരിയബിൾ ഫാക്ടേഴ്സ് വർക്കിംഗ് ഡേ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, അല്ലെങ്കിൽ ആൾക്കാരെ ലേബർ ഫോഴ്സിനെ നമ്മൾ എംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വേരിയബിൾ ഫാക്ടേഴ്സിൻ്റെ കോസ്റ്റ്. അപ്പോൾ അങ്ങനെ 2 തരത്തിലുണ്ടാവും. ഫിക്സഡ് production can be varied, but the production capacity remains fixed, so it is possible to produce beyond capacity. അപ്പോൾ ഒരു ഫിക്സഡ് ഫാക്ടേഴ്സ് ഉണ്ടാവും, ഫിക്സഡ് പ്രൊഡക്ഷൻ ഉണ്ടാവും, പിന്നെ വേണമെങ്കിൽ കൂടുതലും ഉണ്ടാക്കാം. The long run refers to a time period during which it is possible to change the usage of all factors in response to change. എല്ലാ ഫാക്ടേഴ്സും നമുക്ക് മാറ്റാൻ പറ്റും, അതിനെയാണ് നമ്മൾ ലോങ് റൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പഠിച്ചത് എന്താണ് സപ്ലൈ കർവ്, what is supply, what is the different what is the supply schedule, what is the supply curve, then what is the concept of supply, law of supply എന്താണ്, ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ഫങ്ഷൻ എന്താണ്, പിന്നെ നെക്സ്റ്റ് മാർക്കറ്റ് സപ്ലൈ കണ്ടു. മാർക്കറ്റ് സപ്ലൈ സമ്മേഷനാണ് രണ്ടെണ്ണത്തിൻ്റെ. MC മാർജിനൽ കോസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് കണ്ടു. MC ഈസ് ഈക്വൽ ടു പ്രൈസ് വരെയാണ് ഒരു ഫേം ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ആഫ്റ്റർ ദാറ്റ് ലോസ് മേക്കിംഗ് യൂണിറ്റ് ആവും, ഇറ്റ് വിൽ സ്റ്റോപ്പ് പ്രൊഡക്ഷൻ. അപ്പോൾ ഒരു സപ്ലൈ കർവ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സപ്ലൈ പറഞ്ഞാൽ MC കർവ്സിൻ്റെ ഒരു സമ്മേഷൻ, അല്ലെങ്കിൽ MC കർവ്സ്. മാർക്കറ്റ് സപ്ലൈ പറഞ്ഞാൽ ഇൻഡിവിജ്വൽ കർവ്സിൻ്റെ മാർജിനൽ കോസ്റ്റിൻ്റെ ഒരു സമ്മേഷനാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. That last line of this slide, MC curve, the market supply would be the sum of the MC curves of individual firms. പിന്നെ പറഞ്ഞത് എങ്ങനെയാണ് മൂവ്മെൻറ്റ് ഉണ്ടാവുക, ഇൻക്രീസ് ഡിക്രീസ്, അല്ലെങ്കിൽ റൈറ്റ് വേർഡ് ആൻഡ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്, പിന്നെ ഉള്ളത് എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. ഓക്കെ, സോ ഇതെല്ലാം നോക്കുക. പിന്നെ 2 തരത്തിൽ, അതായത് പ്രൈസ് മാറുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ആകുമ്പോൾ എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുക സപ്ലൈ, ഇറ്റ് വിൽ ബി ഷിഫ്റ്റ് അല്ല എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. അതേപോലെ അതർ ഫാക്ടേഴ്സ് മാറുമ്പോൾ എങ്ങനെയാണ് ഷിഫ്റ്റ് ഉണ്ടാവുക. പിന്നെ എക്സെപ്ഷൻസ് ടു ദ ലോ ഓഫ് സപ്ലൈ. അതോടെ സപ്ലൈ കഴിഞ്ഞു. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇക്വിലിബ്രിയം, മാർക്കറ്റ് ഇക്വിലിബ്രിയം എടുക്കാം. ഓക്കെ, താങ്ക് യു.